മഹാസ്നേഹവും സന്തതം വാഴ്ത്തും കർത്താവേ. പാപി എന്നെ വീണ്ട കൃപയും നിൻ മഹാസ്നേഹവും സന്തതം വാഴ്ത്തും ഉന്നതം വെടിഞ്ഞീ മണ്ണിൽ വന്നെന്നെ ധന്യനായി തീർത്തതിനാ നന്ദിയാൽ നന്ദി നീറയും നൻ കിന്നര നീക്കിയതാ നന്ദിയാൽ നന്ദി നീറയും നൻ കിന്നര നീക്കിയതാ കർത്താവേ. പാപി എന്നെ വീണ്ട കൃപയും നിൻ മഹാസ്നേഹവും സന്തതം വാഴ്ത്തും എൻ കർത്താവും ദൈവവുമേ. മാരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ ദൈവ അനുഭവങ്ങൾ പുതുതായിട്ട് അനുഭവിക്കുവാനും മാത്രമല്ല ജീവിത ദർശനങ്ങളിൽ പുതിയ ഉൾക്കാഴ്ചകൾ അനുഭവിക്കുവാൻ ദൈവം സഹായിക്കുന്നു. പ്രത്യേകത എന്ന് പറയുന്നത് പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുക മാത്രമല്ല, പഴയ ബന്ധങ്ങളെ പുതുക്കിയെടുക്കുവാനും മാരാമൺ കൺവെൻഷനിൽ കൂടെ സഹായിക്കുന്നു. ഈ മഹായോഗത്തിൽ വന്ന പാട്ടുകൾ, അതുപോലെ തന്നെ ദൈവവചനം, ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ, അനുഭവങ്ങൾ മാത്രമല്ല ജീവിതത്തിൻ്റെ വേദനകൾ ഉള്ള അനേകർക്ക് ഒരു ആശ്വാസമായി സാന്ത്വനമായി തീരുന്നു. തീർച്ചയായിട്ടും ഈ മഹായോഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ സഭയ്ക്ക് മാത്രമല്ല ഈ സമൂഹത്തിന് തന്നെ ഒരു അനുഗ്രഹമായി തീരുന്നതിൽ ദൈവത്തെ സ്തുതിക്കാം. കൂടുതൽ അനുഗ്രഹപ്രദമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ഈ മാരാമൺ കൺവെൻഷനിൽ കൂടെ നമുക്കേവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാരാമൺ കൺവെൻഷൻ്റെ 2ാം ദിവസത്തിൽ ഉച്ച കഴിഞ്ഞ ഈ സമയം ദൈവസന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം ഇവിടെയാക്കിയ മുഖാന്തരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ദൈവവചനം ശ്രവിപ്പാൻ, പുതുക്കപ്പെട്ടതായ ജീവിതാനുഭവത്തിലൂടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വളരുവാൻ നമ്മുടെ ധ്യാനം മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ധ്യാനത്തിന് ആധാരമായിട്ട് വെളിപാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഈ സമയത്ത് വായിക്കാം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവനവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മറുവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. 1-ാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്യുന്നു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവ നീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. മാരാമൺ കൺവെൻഷൻ്റെ ഈ വർഷത്തെ യോഗത്തിൻ്റെ ആദ്യ സമ്മേളനത്തിൽ അക്രമവും പീഡനയും വാർത്തകളായി നമ്മുടെ മുൻപിൽ എല്ലായ്പ്പോഴും കാണുന്നു. അതിൽ അസ്വസ്ഥതപ്പെടുന്നതായ മനുഷ്യരുടെ അവസ്ഥയെപ്പറ്റിയൊക്കെ നാം കേൾക്കുകയുണ്ടായി. ഇന്ന് നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ ദൈവം നമ്മെ കൈവിടുന്ന ദൈവമല്ല, അതിശയകരമായി നമ്മെ വഴി നടത്തുന്ന ദൈവമാണ് എന്നുള്ളതായ
സന്ദേശമാണ് എല്ലായ്പ്പോഴും നമുക്ക് ധൈര്യവും പ്രത്യാശയും നൽകുന്നത്. ഈ ലോകത്തെ സൃഷ്ടിച്ചതായ ദൈവം, ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നതായ ദൈവം മനുഷ്യനെ അതിശയകരമായി വഴി നടത്തുന്ന ദൈവമാണ് എന്നുള്ള ഉറപ്പ് ബോധം നമുക്കാവശ്യം. അതുകൊണ്ട് ഇന്നത്തെ ഈ ധ്യാനം ദൈവത്തിൻ്റെ ലോകത്തിൽ ദൈവകേന്ദ്രീകൃതമായി എപ്രകാരം നമ്മുടെ ജീവിതത്തെ നയിപ്പാൻ നമുക്ക് സാധിക്കും എന്നുള്ളതായ ചിന്തകൾ ഒരുമിച്ച് പങ്കുവയ്ക്കണം എന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ദൈവജനം പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ, പീഡനങ്ങൾ വർദ്ധിക്കുമ്പോൾ, അതെ, ദൈവം സർവ്വതിൻ്റെയും അധികാരിയാണ് എന്നുള്ളതായ ആ ഒരു ബോധത്തിൽ ജീവിപ്പാൻ മനുഷ്യർക്ക് സാധിക്കണം. ഇവിടെയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകത നാം കാണേണ്ടത്. ജീവിതമാകമാനം തകർന്നു എന്ന് കരുതുന്നതായ സാഹചര്യങ്ങൾ, ഒരിക്കലും ചിന്തിക്കാത്ത വിധത്തിലുള്ള ജീവിത സമ്മർദ്ദങ്ങൾ, പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നുള്ളതായ എതിർപ്പുകൾ, മുമ്പോട്ട് ജീവിക്കുവാൻ കഴിയാതെ വരുന്ന പ്രതികൂലമായ ജീവിത അനുഭവങ്ങൾ എല്ലാം അസ്തമിച്ചു എന്ന് ചിന്തിക്കേണ്ടി വരുന്നതായ ജീവിത അനുഭവങ്ങളുടെ മധ്യത്തിൽ അതെ, ദൈവം കൂടെയുണ്ട് എന്നുള്ളതായ ബോധം ഇത് പ്രതീക്ഷ നൽകുന്നതാണ്. യോഹന്നാനെ സംബന്ധിച്ച ഈ പത്മോസിൻ്റെ അനുഭവങ്ങൾ കഠിനമായിരുന്നു. എങ്കിലും ദൈവം തന്നെ ശക്തീകരിക്കുന്നു എന്നുള്ള ഉറപ്പ് എനിക്ക് ലഭിച്ചു. ജീവിതത്തിൻ്റെ പത്മോസുകൾ പല വിധത്തിലായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നത്. ഓരോ സമയങ്ങളിൽ ഓരോരുത്തർക്കും അതനുഭവിക്കേണ്ടതായി വരും. പ്രപഞ്ചത്തെ നോക്കുമ്പോൾ എന്താണ് പ്രപഞ്ചത്തിൽ നാം കാണുന്നത്? നാം ഇന്ന് ജീവിക്കുന്നതായ ജീവിത സാഹചര്യങ്ങൾ എന്താണ്? എവിടെയും ഓരോ വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ദൈവം അതിമനോഹരമായി സൃഷ്ടിച്ചതായ ഈ ലോകം, ദൈവത്തിൻ്റെ സൃഷ്ടി, ഇത് കളങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പമ്പാ നദിയുടെ അവസ്ഥയെപ്പറ്റി, ഈ മണർപുറത്തിൻ്റെ അവസ്ഥയെപ്പറ്റിയൊക്കെ ഇന്നലെ നാം കേൾക്കുകയുണ്ടായി. ചെളിയും കുഴിയുമായി മാറിയിരിക്കുന്നതായ, ഒരു കാലത്ത് മനോഹരമായി നാം കാത്തു സൂക്ഷിച്ചതായ കണ്ടതായ മണൽപ്പുറം ഇന്ന് വികൃതമായിട്ടുള്ളതായ അവസ്ഥയിലേക്ക് മാറുന്നു. ന്യായമെന്ന് തോന്നുന്നതൊക്കെ അന്യായമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. സത്യവും നീതിയും ഇന്ന് കാണാമറയത്തായി മാറിയിരിക്കുന്നു. അസത്യത്തെ സത്യമെന്ന് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളയിക്കൊണ്ടിരിക്കുന്നു. അടിസ്ഥാനങ്ങൾ തന്നെ ഇല്ലാത്ത ജീവിതങ്ങൾ, സാമൂഹ്യ ക്രമങ്ങൾ ഇവ ഇന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ആരിലേക്കാണ് നോക്കുവാൻ മനുഷ്യർക്ക് സാധിക്കുന്നത്? അങ്ങനെ നോക്കുവാൻ ആരുമില്ലാതെ ആയിത്തീർന്നിരിക്കുന്ന അവസ്ഥ. ഇവിടെയാണ് നമുക്ക് നോക്കുവാൻ ഏക സ്ഥാനം എന്നത് സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്നതായ ദൈവത്തിങ്കിലേക്കാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. യോഹന്നാന് ലഭിക്കുന്ന ഈ വെളിപാടിൻ്റെ പ്രത്യേകത ഇതാണ്. ജീവിതത്തിൻ്റെ ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ, ഇത് തന്നെ സംബന്ധിച്ച് തൻ്റെ മാത്രം അനുഭവമല്ല, പിന്നെയോ ഒരു വലിയ സമൂഹത്തിൻ്റെ ആകമാനം അനുഭവമാണ്. യോഹന്നാൻ്റെ ജീവിതാനുഭവങ്ങളിൽ ഈ സമൂഹത്തിൻ്റെ അനുഭവം യഥാർത്ഥമായി ദൃശ്യമാണ്. ഇവിടെ we see God's design of the world in the midst of human disorder. അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ച ഈ ലോകം നശിപ്പിക്കപ്പെടുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ദൈവസ്നേഹത്തിന് അത് സാധിക്കുകയുമില്ല എന്നത് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ ക്രമം കെട്ടവനാകുമ്പോൾ അവൻ്റെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കുത്തഴിഞ്ഞവയെ അവൻ വീണ്ടും കൂട്ടിച്ചേർക്കും. ദൈവിക സൗന്ദര്യം നഷ്ടപ്പെട്ടതിന്
അവൻ വീണ്ടും ഭംഗി നൽകും. ജീവിതം കൈവിട്ടു പോയവർക്ക് അവൻ തന്റെ ജീവൻ നൽകി വീണ്ടെടുക്കും. ഏകാന്തതയുടെ അനുഭവത്തിൽ ദൈവത്തെ കണ്ടുമുട്ടുന്നതായ, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നതായ ജീവിതങ്ങളായിട്ട് നമ്മുടെ ജീവിതം മാറണം. രണ്ടാമതായിട്ട് നമ്മുടെ കാണുന്നത് മാനുഷിക നിർമ്മിതമായ നഗരങ്ങളുടെ പതനവും ദൈവിക അടിസ്ഥാനമുള്ള നഗരങ്ങളുടെ അല്ലെങ്കിൽ നഗരത്തിൻ്റെ ലോകത്തിൻ്റെ വെളിപ്പെടുത്തലുമാണ്. മനുഷ്യർ നിർമ്മിക്കുന്നതായ നഗരങ്ങൾ ഇത് നാമവിശേഷമാകുന്ന ഒരു അവസ്ഥ ഇത് ലോകത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവ നിർമ്മിതിയായിരിക്കുന്നതായ പുതിയ ജെറുസലേം എന്നുള്ളതായ ആ ഒരു കാഴ്ചപ്പാട് ഇത് മനുഷ്യ ജീവിതത്തിൻ്റെ പുത്തൻ ഉണർവായി എല്ലായ്പ്പോഴും കാണപ്പെടുവാൻ നമുക്ക് സാധിക്കണം. 21-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സ്വർഗത്തിൽ നിന്നും പുതിയ യെരൂശലേം ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്നുള്ളതായ ആ ഒരു വലിയ സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. ഇവിടെ പുതിയ നഗരം രൂപപ്പെടും. എന്നാൽ നാം ഓർക്കേണ്ടത്, ഈ പുതിയ നഗരമായ പുതിയ യെരൂശലേമിൻ്റെ രൂപപ്പെടൽ സാധ്യമായിത്തീരുന്നത് മാനുഷിക പ്രയത്നങ്ങളല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ദിവ്യമായിട്ടുള്ളതായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. സ്വാർത്ഥതയും അഹന്തയും എത്രമാത്രം ഉയരുന്നുവോ അത്രമാത്രം അധപ്പതനം ഉണ്ടാകുമെന്ന് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം ശില്പിയായും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരം ഇത് എങ്ങനെ സാധ്യമാകും? എന്നും നിലനിൽക്കുന്നതായ ദൈവിക നഗരമായിട്ട് അത് കാണപ്പെടേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇന്ന് നാം കാണുന്ന നിർമ്മിതികളൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടുള്ളതാണ് എല്ലാ നിർമ്മിതികളും എന്ന് ചിലപ്പോൾ പലരെങ്കിലും പറയും. അസോൾട്ട് റൈഫിൾ നിർമ്മിച്ചതായ നിർമ്മാതാവ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതായൊരു വാക്കുകൾ പത്രത്തിൽ വായിച്ചത് ശ്രദ്ധേയമായി തോന്നി. AK-47 ക്രിയേറ്റർ റെസ്പോണ്ടഡ് കില്ലിങ്സ് ബൈ ഹിസ് ഇൻവെൻഷൻ, ഇതാണ് ടൈറ്റിൽ കൊടുത്തിരുന്നത്. മിഖായേൽ കലഷ്നിക്കോവ് 91-ാമത്തെ വയസ്സിൽ അദ്ദേഹം ക്രിസ്ത്യാനി കഴിഞ്ഞപ്പോൾ റഷ്യയിലെ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ പാത്രിയർക്കീസിന് അയച്ച കത്തിൽ അദ്ദേഹം ഇപ്രകാരം എഴുതി: മൈ സ്പിരിച്വൽ പെയിൻ ഈസ് അൺബെയറബിൾ. ഐ കീപ് ഹാവിംഗ് ദ സെയിം unresolved question. If my rifle took away people's lives, then can it be that I am guilty for people's deaths, even if they were enemies? മരണത്തിന് മുൻപായിട്ട് റഷ്യൻ ഓർത്തഡോക്സ് പാത്രിയർക്കീസിന് അയച്ചതായ ഒരു കത്തിൽ അദ്ദേഹം എഴുതിയതായ വാചകങ്ങളാണ്. ആത്മീയ അനുഭവം ഒരു പക്ഷേ ഇന്ന് വേദനാജനകമായിട്ടുള്ളതായ, താങ്ങാനാവാത്തതായ വേദനയുടെ അനുഭവത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. അനേകരെ കൊലപ്പെടുത്തിയതായ, അവരുടെ ജീവൻ അപഹരിച്ചതായ ഒരു വെപ്പണായിട്ട് ഇത് മാറിയല്ലോ. ആ കുറ്റബോധം എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് ഞാനിത് നിർമ്മിച്ചത് നന്മയ്ക്ക് വേണ്ടിയാണോ അതോ തിന്മയ്ക്ക് വേണ്ടിയാണോ? ഈ ഒരു ചോദ്യം പലപ്പോഴും മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകും. ഓരോ നിർമ്മിതിയുടെയും പരിണിത ഫലം അനുഭവിച്ചു കഴിയുമ്പോൾ അതേ നിർമ്മാണങ്ങൾ ഇത് മനുഷ്യ നന്മയ്ക്കോ ജീവനെ പരിരക്ഷിക്കുന്നതിനോ അതോ ജീവനെ നശിപ്പിക്കുന്നതിനോ? ഈ ചോദ്യം എല്ലായ്പ്പോഴും നാം ചോദിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ അതെ
ദൈവത്തിൽ അടിസ്ഥാനപ്പെടുന്ന ദൈവത്തോടുള്ളതായ ബന്ധത്തിൽ രൂപപ്പെടുന്നതായ നിർമ്മാണങ്ങൾ ഇതാണ് സമൂഹത്തിന് ആവശ്യം എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ രുചിയുള്ളതുമെന്ന് തോന്നിപ്പിക്കുന്ന ആകർഷണങ്ങൾ മനുഷ്യൻ്റെ അത്യാഗ്രഹമാണ് ഇന്നത്തെ ക്രമം കെട്ട ജീവിതത്തിന് കാരണം എന്ന് ചിലപ്പോൾ കേൾക്കാനിടയായിട്ടുണ്ട്. ആഗ്രഹങ്ങൾക്ക് അറുതിയില്ലാത്ത ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ഇച്ഛകളും താല്പര്യങ്ങളും മാത്രം സംരക്ഷിക്കപ്പെടുവാനുള്ള വ്യഗ്രതയാണ് എല്ലായിടത്തും നാം കാണുന്നത്. കൂടാതെ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നാം നമ്മുടെ ദൈവവിചാരങ്ങൾ പോലും രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ചില തിരുത്തൽ ശക്തികൾ ചില രംഗങ്ങളിലൊക്കെ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ഈ തിരുത്തൽ ശക്തികൾ എത്രമാത്രം സ്വാധീനം സമൂഹത്തിൽ ചെയ്യുവാൻ സാധിക്കും? സമരവേലിയേറ്റത്തിൽ ഇന്ന് ഗാന്ധി തൊപ്പിക്ക് പ്രചാരം കൂടിയിട്ടുണ്ട് എന്ന് ചിലരെങ്കിലും സമ്മതിക്കുന്നുണ്ട്. മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ എന്താണ് ഇന്ന് ആവശ്യമായിട്ടുള്ളത്? ഉദ്യോഗവൃന്ദത്തിൻ്റെ മനോഭാവത്തിലും മനുഷ്യരുടെ മനോഭാവത്തിലും മാറ്റം വരാതെ എപ്രകാരമാണ് സമൂഹത്തിൻ്റെ നിർമ്മിതി ഇന്ന് സുതാര്യതയിൽ നടക്കുക എന്നത് ഒരു ചോദ്യമാണ്. അഴിമതിയും അക്രമവും ഇന്ന് പ്രശ്നങ്ങളായി നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഒരു ലോകമാണ് ഈ ലോകം. അതുകൊണ്ട് ഈ ലോകത്തിൽ ഒരു പുതിയ സമൂഹം ദൈവത്തോടൊത്ത് കെട്ടുപണി ചെയ്യുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമുക്കാവശ്യമാണ്. നന്മ ചെയ്യുവാനുള്ള താല്പര്യമുണ്ട്, എന്നാൽ ഇച്ഛിക്കാത്ത തിന്മയാണ് നാം ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ഇത് മനസ്സിലാക്കി ദൈവത്തോടൊത്ത് നന്മ ചെയ്യുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നാം ജീവിതത്തെ കെട്ടുപണി ചെയ്യുമ്പോൾ ജീവിതം മറ്റൊരു ബാബേൽ ഗോപുരമായി മാറുകയാണ്. എല്ലായിടത്തും നമ്മുടെ പേരുണ്ടാക്കുക എന്നുള്ളതായ ചിന്ത നമ്മിൽ ഭരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ് നാം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന ജീവിതം പ്രാധാന്യമുള്ളതാണ്. പുതിയ യെരുശലേം, പുതിയ ആകാശം, പുതിയ ഭൂമി, ഈ ഒരു വലിയ ദർശനമാണ് നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത്. അതെ, ദൈവം നമ്മോട് കൂടെ, ദൈവം പണി ചെയ്യുന്നതായ ലോകം. മൂന്നാമതായിട്ട് നമ്മുടെ മനസ്സിലാക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായ ഈ പുതിയ യെരുശലേം, എന്നാൽ ഈ യെരുശലേമിൻ്റെ നിർമ്മിതിയോട് ചേർന്ന് തന്നെ ഇവിടെ ഓർപ്പിക്കുന്നത് സിംഹാസനത്തിൽ നിന്നുള്ള മഹാശബ്ദം ഉടൻ വിളിച്ചു പറയുന്നത് എന്താണ്? ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം എന്നുള്ളതാണ്. നമ്മോടുകൂടെ കൂടാരമടിക്കുന്ന ദൈവം നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ദൈവമാണ്. ഇത് എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരനുഭവമായി തീരണം. നമ്മോടുകൂടെ കൂടാരമടിക്കുന്നതായ ദൈവം, ഈ ദൈവം നമ്മോടുകൂടെ യാത്ര ചെയ്യുന്നു. 2 നഗരങ്ങൾ വെളിപാട് പുസ്തകത്തിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് മഖദിയാം ബാബിലോൺ, 17-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. രണ്ടാമത്തേത് കുഞ്ഞാടിൻ്റെ മണവാട്ടിയായ പുതിയ യെരുശലേം, 21-ാം അധ്യായത്തിൽ നാം അതിപ്പോൾ വായിച്ചു. ഇവ രണ്ടും പ്രതീകാത്മ നഗരങ്ങളാണ്. മനുഷ്യ സമൂഹം സുരക്ഷിതത്വത്തിലും സമൃദ്ധിയിലും വസിക്കുന്ന നഗരമാണ് പുതിയ യെരുശലേം. ദൈവം അതിൻ്റെ മധ്യത്തിൽ ജനത്തോടൊപ്പം പാർക്കുന്നു. എന്നാൽ ബാബിലോൺ മിളച്ഛതയുടെയും ദൈവവിരുദ്ധതയുടെയും അടയാളമാണ്.
നിഗളത്തിൻ്റെയും അടിച്ച് അമർത്തലിൻ്റെയും ചൂഷണത്തിൻ്റെയും ഇടമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നാം കാണുന്നുണ്ട്. ജീവ നീരുറവയിൽ നിന്ന് സൗജന്യമായി നൽകുന്നതായ ദൈവത്തിൻ്റെ അനന്തമായ കൃപാവരങ്ങൾ ഇത് പ്രാപിപ്പാനായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിലിടയായി തീരണം. മാരാമൺ കൺവെൻഷൻ എന്തിനു വേണ്ടി ഇത് ചോദിക്കുമ്പോൾ ദാഹിക്കുന്നവരേവരും എൻ്റെ അടുക്കൽ വരട്ടെ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ, ദൈവിക കൃപകൾ ധാരാളമായി ലഭിക്കട്ടെ, എൻ്റെ ജീവിതം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അനുഗ്രഹകരമായി ജീവിപ്പാൻ ഇടയാകട്ടെ. ഇതിന് സഹായകരമായി നമ്മുടെ ചിന്തകൾ മാറുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. ഗോഡ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് അവർ ലൈഫ്. മനുഷ്യകേന്ദ്രീകൃതമായ ജീവിതാനുഭവത്തിൽ നിന്ന് ദൈവകേന്ദ്രീകൃതമായ ജീവിതത്തിലൂടെ ദൈവത്തോടൊത്ത് യാത്ര ചെയ്യുന്ന മനുഷ്യനായിട്ട് മനുഷ്യൻ മാറണം. നമ്മുടെ മധ്യത്തിൽ കൂടാരമഴിക്കുന്നതായ ദൈവം, ആ ദൈവത്തിൻ്റെ കരം നമ്മെ പിടിച്ചിരിക്കുന്നു എന്നുള്ള ബോധം നമുക്ക് ആവശ്യമാണ്. സകലതിനെയും പുതുതാക്കുന്നതായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മോടുകൂടിയുള്ളത്. എൻ്റെ ജീവിതം അർത്ഥപൂർണമാകുന്ന ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. പുതുക്കപ്പെട്ട സമൂഹമായിട്ട്, പുതിയ മനുഷ്യനായിട്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ എനിക്കിടയായിത്തീരണം. ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ജീവജലം നുകർന്നനുഭവിച്ചുകൊണ്ട് നമ്മുടെ ദാഹം ശമിപ്പിച്ച് ധന്യമായ ജീവിതം നയിപ്പാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥന എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തുതികളിൽ വസിച്ചിടുന്ന ശുദ്ധനേ, സ്തുതികൾക്കേറ്റം യോഗ്യനായ ദൈവം